ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സ് ഫിലാറ്റ്ലി ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന തിരുവിതാംകൂർ സ്റ്റേറ്റിലെ 1941 നിലവിലുണ്ടായിരുന്ന, അതായത് ആ ഒരു സമയത്തിനൊക്കെ പുറത്തിറക്കിയ 3 ചക്രം ശ്രീ ചിത്രയിരുന്നാൾ ബാലരാമവർമ്മ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ മോചിത്രത്തോടു കൂടി പുറത്തിറക്കിയ 3 ചക്രം എന്നറിയപ്പെടുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള സ്കാസ് കാറ്റഗറി വരുന്ന സ്റ്റാമ്പാണ്. അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള സ്കാസ് കാറ്റഗറി വരുന്ന സ്റ്റാമ്പാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റാമ്പ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ശ്രീ തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ്. അദ്ദേഹത്തിൻ്റെ 27ാമത് ബർത്ത്ഡേ ആ ഒരു സമയത്താണ് ഈ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മോചിത്രത്തിൻ്റെ ആ ഒരു പിക്ചർ തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശ്രീ തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനോട് കൂടി പുറത്തിറക്കിയ ഒരുപാട് സ്റ്റാമ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ മുന്നിലേക്ക് വരുന്ന വീഡിയോയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന 3 ചക്രം എന്നറിയപ്പെടുന്ന ശ്രീ തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പിക്ചറോട് കൂടി വരുന്ന സ്റ്റാമ്പാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റാമ്പിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് 24x29 mm ആണ് ഈ ഒരു സ്റ്റാമ്പിൻ്റെ സൈസ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാമ്പിൻ്റെ കളർ വരുന്നത് ബ്രൗൺ കളറാണ് ഈ ഒരു സ്റ്റാമ്പിന് വരുന്നത്. ഇനി നമുക്ക് ഒരു സ്റ്റാമ്പിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് നോക്കി നോക്കാം. അപ്പോൾ സ്റ്റാമ്പിൻ്റെ മുൻവശം ഏറ്റവും മുൻഭാഗത്തായിട്ട് ട്രാവൻകൂർ അഞ്ചൽ എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും താഴെയായിട്ട് 3 ചക്രംസ് എന്ന് ഇംഗ്ലീഷ് അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഈ ഒരു 2 ഭാഗങ്ങളായിട്ട് നമ്മുടെ തിരുവിതാംകൂർ സ്റ്റേറ്റിൻ്റെ ആ ഒരു ശംഖിൻ്റെ ആ ഒരു മുദ്ര ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. സെൻറ്ററായിട്ട് ശ്രീ തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മോചിത്രത്തിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും താഴെയായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് 3 ചക്രം എന്ന് മലയാള അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് 3 എന്നുള്ള അക്കവും റൈറ്റ് സൈഡ് 3 എന്ന മലയാള അക്കത്തിൽ എങ്ങനെയാണ് വരുന്നത് അത് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു സ്റ്റാമ്പിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഒരു സ്റ്റാമ്പിൻ്റെ വാല്യൂ നോക്കാം. അപ്പോൾ തിരുവിതാംകൂർ സ്റ്റേറ്റിൽ നിലവിലുണ്ടായിരുന്ന 3 ചക്രം എന്നറിയപ്പെടുന്ന ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മോചിത്രത്തോടു കൂടി വരുന്ന ഈ ഒരു സ്റ്റാമ്പിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നല്ലൊരു കണ്ടീഷൻ സ്റ്റാമ്പിന് 100 രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇതിപ്പോൾ യൂസർ കണ്ടീഷൻ സ്റ്റാമ്പാണ്. നല്ലൊരു മിൻറ്റ് കണ്ടീഷൻ സ്റ്റാമ്പാണെങ്കിൽ അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് വരും. ഇതുപോലുള്ള യൂസർ കണ്ടീഷൻ സ്റ്റാമ്പിനാണെങ്കിൽ 100 രൂപ മുതൽ 120 രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള സ്കാസ് കാറ്റഗറി വരുന്ന സ്റ്റാമ്പാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാമ്പിൻ്റെയൊക്കെ ബ്ലോക്ക് സ്റ്റാമ്പ് കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ കൈവശം ബ്ലോക്ക് സ്റ്റാമ്പുകളില്ല. 3 ചക്രത്തിൻ്റെ ഇതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ച് ഒരു 10-20ഓളം സ്റ്റാമ്പുകൾ എൻ്റെ കളക്ഷനിൽ ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ തിരുവിതാംകൂർ സ്റ്റാമ്പുകൾക്കൊക്കെ മാർക്കറ്റിൽ അത്യാവശ്യം പ്രൈസ് കൂടി വരികയാണ്. അപ്പോൾ ഇതുപോലുള്ള സ്റ്റാമ്പുകളൊക്കെ നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള സ്റ്റാമ്പുകളൊന്നും നിങ്ങളുടെ കളക്ഷനിൽ കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. 1-2 സ്റ്റാമ്പുകൾ കുറഞ്ഞത് ഒരു 5 സ്റ്റാമ്പെങ്കിലും നിങ്ങൾ കുറഞ്ഞത് നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ ഫ്യൂച്ചറിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള സ്റ്റാമ്പാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ തിരുവിതാംകൂർ ശ്രീ തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനോടനുബന്ധിച്ച് തന്നെ കുറച്ച് ഡിഫറൻറ്റ് വെറൈറ്റിയിലുള്ള സ്റ്റാമ്പുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ ഒരു തീമിലൊക്കെ ഈ ഒരു സ്റ്റാമ്പ് നമുക്ക് കളക്ഷൻ ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന ഒരുപാട് സ്റ്റാമ്പുകളൊക്കെ നമ്മുടെ തിരുവിതാംകൂർ സ്റ്റേറ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. ഒരു സ്റ്റാമ്പ് എന്ന് പറയുമ്പോൾ അത് ഈ ഒരു സ്റ്റാമ്പാണ്. 3 ചക്രം എന്നറിയപ്പെടുന്ന സ്റ്റാമ്പാണ്. അതുപോലെ തന്നെ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള സ്റ്റാമ്പാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാമ്പൊക്കെ നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.